നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് അല്ലെ 2026 വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ക്വാളിഫയേഴ്സ് ആയിരുന്നു ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിനിടെ നടന്നുകൊണ്ടിരുന്നത്. സോ ഇന്നലത്തെ ദിവസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നടന്നു. എസ്പെഷ്യലി കൊന്നബോൾ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ധാരാളം സംഭവങ്ങൾ നടക്കുകയുണ്ടായി. അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ പറയാനായിട്ടാണെങ്കിൽ ബൊളീവിയ മൈറ്റ് പ്ലേ 2026 വേൾഡ് കപ്പ് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴുള്ളത്. കാരണം ഇന്നലെ ബ്രസീലിനെ അവർ 1-0 അവരുടെ ഹോമിൽ തോപ്പിച്ചു. അന്യായ സെലിബ്രേഷൻ ആയിരുന്നു. അവിടെ ഫാൻസും മറ്റും എല്ലാം നിങ്ങൾക്ക് കാണായിരുന്നു. അവർക്കൊരു അന്യായ ഇമ്പാക്റ്റ് ആയിരുന്നത്. കാരണം ബൊളീവിയ പ്ലേയിങ് ദ വേൾഡ് കപ്പ് 7th സ്പോട്ടാണ്. ഇപ്പൊ ഇന്നലത്തെ സംഭവം എന്തായിരുന്നു വെച്ചാൽ, ഇപ്പം കൊന്നബോളിൽ ആദ്യത്തെ 6 ടീമുകൾക്ക് ഗ്യാരണ്ടീഡ് ക്വാളിഫിക്കേഷൻ ആണ്. സാധാരണ 4 ആയിരുന്നു. ഇപ്പം നമ്പേഴ്സ് ഓഫ് ടീം ഇൻക്രീസ് ചെയ്തുകൊണ്ട് 6 ആയി. 7ാമത് ഫിനിഷ് ചെയ്യുന്ന ടീമിന് പ്ലേ ഓഫും കളിച്ച് യോഗ്യത നേടാനായിട്ട് സാധിക്കും. സോ ഇന്നലത്തെ മാച്ച് തുടങ്ങുമ്പോഴേക്കും 17 മാച്ച് ബൊളീവിയ കളിച്ചു. 17 മാച്ച് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെനസ്വേലയും കളിച്ചു നിൽക്കുകയാണ്. വെനസ്വേലയ്ക്ക് 18 പോയിന്റ് ഉണ്ട്, ബൊളീവിയയ്ക്ക് 17 പോയിന്റ് ഉണ്ട്. സോ വെനസ്വേല കളിക്കാനായിട്ട് പോയത് കൊളംബിയയ്ക്ക് അഗേൻസ്റ്റ് ആണ്. സോ വെനസ്വേല ഈവൻ തോറ്റാലും കുഴപ്പമില്ല, അപ്പുറത്ത് ബ്രസീൽ ബൊളീവിയ തോപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇന്നലെ ബൊളീവിയ ബ്രസീലിനെ തോപ്പിക്കുകയുണ്ടായി 1-0. കൂടാതെ വെനസ്വേല 6-3 3-6 അവരുടെ ഹോമിൽ കൊളംബിയയോട് തോക്കുകയും ചെയ്തു. രണ്ടും കൂടെ ആയപ്പോഴേക്കും ബൊളീവിയ ആ 7th സ്പോട്ട് ആക്കി ഗ്യാരണ്ടീഡ് ആക്കി. 8th സ്പോട്ടിലോട്ട് പോയി. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെനസ്വേലയും പോവുകയുണ്ടായി. സോ ഇന്നലെ ബ്രസീൽ ഇറക്കിയ ടീം നിങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ വളരെ വീക്കറായിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു. നമുക്കറിയാം, അലിസണും ബ്രൂണോ ഗിമാറസും അല്ലാതെ അങ്ങനെ ആരും ശ്രദ്ധിക്കുന്ന നെയിംസും ആ ടീമിലില്ലായിരുന്നു. പലരും ആദ്യമായിട്ട് കാണുന്ന പ്ലേയേഴ്സ് പോലും കാണുമായിരിക്കും. കൂടാതെ ബെഞ്ചിൽ നിന്ന് അവസാനം റഫീനെയും മെറ്റും ഒക്കെ ഇറങ്ങി. അവസാനം മെയിൻ പ്ലേയേഴ്സിനെല്ലാം ലാസ്റ്റ് മൊമെന്റ്സിൽ ഇറക്കിയെങ്കിലും ആ ഒരു ഈക്വലൈസർ നേടാനായിട്ട് സാധിച്ചില്ല. ഒരു 1-0 വിക്ടറി ബൊളീവിയ നേടുകയായിരുന്നു. ക്ലിയർലി അവർ ഡോമിനേറ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾക്ക് കാണാം ബൊളീവിയ വേറെ ദ ബെറ്റർ സൈഡ് ഓവറോൾ. സോ ബൊളീവിയ എന്തായാലും വേൾഡ് കപ്പിന് യോഗ്യത നേടട്ടെ, അല്ലെ ആ ഒരു പ്ലേ ഓഫിൽ അവർ കളിച്ച് നേടട്ടെ. അവർ ഫാൻസ് ഡിസേർവ്സ് ദാറ്റ്. ആൻഡ് ബ്രസീൽ നമ്മൾ നോക്കാനായിട്ടാണ് ആൻസലോട്ടിയുടെ അണ്ടർ ഫസ്റ്റ് മാച്ച് ജയിച്ചാണ് തുടങ്ങിയത്. ഇന്നലത്തെ മാച്ച് തോറ്റു. പക്ഷേ കമ്പാരിറ്റീവ്ലി വീക്കറായിട്ടുള്ള ഒരു സൈഡ്. അത് കൂടാതെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ബൊളീവിയ എവേ ഒട്ടും ഈസിയറായിട്ടുള്ള ഒരു ഫിക്സർ അല്ല. അവിടെ ചെന്ന് ജയിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുപെട്ട പരിപാടി തന്നെയാണ്. അതുപോലെ നമ്മൾ ബ്രസീൽ തോറ്റപ്പോഴേക്കും അപ്പുറത്ത് അർജന്റീനയും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അർജന്റീന ഇക്വഡോറിന്റെ ഹോമിൽ ചെന്നിട്ട് 1-0 തോറ്റു. അവിടെയും നമുക്കറിയാം അത് ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടെയും ചെന്ന് കളിക്കുക ഈസിയർ അല്ല. സോ ഇക്വഡോർ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അതും ഗ്രൂപ്പിൽ സെക്കൻഡ്. ഇപ്പം നിങ്ങൾക്ക് ടേബിൾ കാണാം, ഇക്വഡോർ സെക്കൻഡാണ്, ബ്രസീൽ 5th ആണ്. ഓക്കെ, 3rd ഫിനിഷ് ചെയ്തിരിക്കുന്നത് കൊളംബിയാണ്. അതിലോട്ട് ഞാൻ വരാം. സോ ഇക്വഡോർ ഇന്നലെ അർജന്റീനയ്ക്ക് അഗേൻസ്റ്റ് 1-0 വിക്ടറി നേടുമായിരുന്നു. ഓട്ടോമാറ്റിക് 30ാം മിനിറ്റിൽ തന്നെ റെഡ് കാർഡ് വാങ്ങിച്ചു പോയി. വലൻസിയ നേടിയ പെനൽറ്റിയിലാണ് ആ ഒരു വിജയം നേടിയത്. അതും 45+13 മിനിറ്റ്. അതിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർലി വിസിബിൾ ആണ് ഈ മാച്ച് എങ്ങോട്ടാണ് പോയതെന്നുള്ള കാര്യം. 50ാം മിനിറ്റിൽ കൈസിഡോയ്ക്കും റെഡ് കാർഡ് കിട്ടി. 10-10 അവസാനം നിന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാറ്റ്സ് കാണാം, ക്ലിയർലി ഇക്വഡോർ വേറെ ബെറ്റർ സൈഡ്. അർജന്റീനയ്ക്ക് 0.3 സംതിങ്ങേ ഉള്ളായിരുന്നു XG. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല, ഒരു ബിഗ് ചാൻസ് പോലും അർജന്റീന ക്രിയേറ്റ് ചെയ്തുമില്ല. സോ ക്ലിയർലി ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അർജന്റീനക്ക് അത്യാവശ്യം ചേഞ്ചുകൾ വരുത്തി തന്നെയാണ് പിച്ചിൽ ഇറങ്ങിയത്. മോണ്ടിയാൽ ഇറങ്ങുന്ന സിറ്റുവേഷൻ കണ്ടു. ടാഗ്ലിഫിക്കോ സ്റ്റാർട്ട് ചെയ്തു. സെന്റർ ബാക്കിൽ നമ്മൾ നോക്കാനായിട്ടാണ് ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. അപ്പ് ഫ്രണ്ടും ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിലോട്ട് മക്കലിസ്റ്റർ തിരിച്ചു വന്നു, വിച്ച് വാസ് ഗുഡ് ടു സീ. പക്ഷേ ഓവറോൾ ഇക്വഡോർ വേറെ ദ ബെറ്റർ സൈഡ്. അർജന്റീന ഗ്രൂപ്പ് ഫസ്റ്റ് ആയിട്ട് തന്നെയാണ് ഫിനിഷ് ചെയ്യുക. ഒരു തോൽവി ഇടയ്ക്ക് കിട്ടുന്ന നല്ല എന്നൊക്കെ പറയുമല്ലോ, നല്ലതായിരിക്കാം. പക്ഷേ അർജന്റീന കുറച്ച് വീക്ക്നെസ്സുകൾ എക്സ്പ്ലോയിറ്റഡ്. ഞാൻ പറഞ്ഞാൽ ഇക്വഡോർ ചിലപ്പോൾ നമ്മളെ കൂടുതൽ എക്സ്പ്ലോയിറ്റഡ് ആക്കാൻ സാധ്യതയുണ്ടെന്ന്. നമ്മുടെ വൈഡ് പ്ലേയേഴ്സ് ഇംപ്രൂവ്മെന്റ് നല്ല ആവശ്യമുണ്ട്. വി ലാക്ക് പേസ് ഓൺ ദ വൈഡ് ഏരിയാസ്. അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. അത് ഫുൾ ബാക്സിന്റെ കാര്യത്തിലാണെങ്കിലും വിംഗേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വലൻസിയാണ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. വലൻസിയ നമുക്കറിയാം ഇക്വഡോറിന്റെ ഒരു ലെജൻഡ് തന്നെയാണ്. പക്ഷേ ഈ മാച്ച് ഒരു KG മാച്ചായിരുന്നു, ഒരു റെസലിംഗ് മാച്ച് തന്നെയായിരുന്നു വിത്തൗട്ട് എ ഡൗട്ട്. നിങ്ങൾക്ക് 45+13 കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഒരു പ്രോപ്പർ ഫുട്ബോൾ മാച്ച് അല്ലായിരുന്നു. അത് എക്സ്പെക്റ്റഡ് ആണ് ഇക്വഡോറിനെ അഗേൻസ്റ്റ് വരുമ്പോൾ. ഇത് തന്നെയാണ്. ആൻഡ് ഇക്വഡോറിന്റെ ഫോം നിങ്ങൾ നോക്കുക. ഇക്വഡോർ ലാസ്റ്റ് 5 മാച്ചിൽ 4 ഡ്രോയും 1 വിജയമാണ്. ആ 4 ഡ്രോയും 0-0 ആണ്. ഇക്വഡോറിന് 3 പോയിന്റ്സ് ഡിഡക്റ്റഡ് ആവുകയും ചെയ്തു ഈ ഒരു ഇതിലെന്തോ ഫൈൻ കിട്ടിയത് വക. അത് എന്നിട്ട് തന്നെ അവർ ഗ്രൂപ്പിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, അവർ കൺസീഡ് ചെയ്തത് ആകപ്പാടെ 5 ഗോളാണ്. പക്ഷെ അവർ ഗോൾ സ്കോർ ചെയ്തത് 14 ഗോളുകൾ. 18 കളിയിൽ നിന്ന് 14 ഗോളും സ്കോർ ചെയ്തപ്പോൾ 5 ഗോൾ അവർ കൺസീഡ് ചെയ്തിട്ടു. സോ ഡിഫൻസീവ് സോളിഡാരിറ്റിയാണ് അവരുടെ സ്ട്രെങ്ത്. കീപ്പ് ആൻ ഐ ഓൺ ഇക്വഡോർ നമ്മൾ പറയത്തില്ല ഡിയേഗോ സിമിയോണിയുടെ പഴയ അത്ലറ്റിക്കോ മാഡ്രിഡ് സൈഡിനെ കിട്ടുമ്പോഴേക്കും അയ്യോ വേണ്ടാന്ന് പറയത്തില്ലേ. വേൾഡ് കപ്പിൽ എല്ലാവരും അയ്യോ വേണ്ടാന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമായിരിക്കും ഇക്വഡോർ. കാരണം അവർക്ക് അഗേൻസ്റ്റ് കളിക്കുക ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിഫൻസീവ്ലി സച്ച് എ സോളിഡ് സൈഡ്. ഹിൻകാപ്പിയ, പാച്ചോ ഒക്കെ ഉൾപ്പെടെ
സച്ച് എ സോളിഡ് സൈഡ്. അപ്പ് ഫ്രണ്ട് ആണെങ്കിലും വലൻസിയൻ കൈസീഡോ ഒക്കെ ഉണ്ട്. ദാറ്റ്സ് എ റിയലി ഗുഡ് സൈഡ്. എനിക്ക് ഈ വേൾഡ് കപ്പിനേക്കാൾ ഒരു നെക്സ്റ്റ് വേൾഡ് കപ്പ് 2030 വേൾഡ് കപ്പിൽ മിക്കവാറും ഇക്കഡോർ ഒരു സൂപ്പർ ടീം ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ധാരാളം എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സ് അവിടെ നിന്ന് കയറി വരുവാണ്. ബട്ട് നെക്സ്റ്റ് വേൾഡ് കപ്പിലും കീപ്പ് ആൻ ഐ ഓൺ ഇക്കഡോർ. അവർ നിസ്സാരക്കാരല്ല. ഓപ്പൺ പ്ലേയിലൂടെ ഗോൾ അടിക്കാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ സൈഡ്. കഴിഞ്ഞ 5 മാച്ചിൽ ആ പടം ഒറ്റ ഗോളാണ് സ്കോർ ചെയ്തത്, അതും പെനൽറ്റി അഗൈൻസ്റ്റ് അർജന്റീന ഈ ഒരു മാച്ചിൽ. സോ അത് മാത്രമാണ് കൺസേണിംഗ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അവർക്ക് അഗൈൻസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാൻ നല്ല പാടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് കൊളംബിയ 6-3 നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വെനസ്വേലനെ തോപ്പിച്ചിരിക്കുന്നത്. സോ കൊളംബിയയ്ക്ക് വേണ്ടി ലൂയിസ് സുവാറസ് എന്ന് പറയുന്ന പ്ലെയർ ഇപ്പം പുള്ളിനെ സ്പോർട്ടിങ്ങിൽ നിന്നും റീപ്ലേസ്മെന്റ് ആയിട്ട് സ്പോർട്ടിങ് ഗ്യോക്കറസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്ലെയർ ആണ്. സോ അൽമേരിയയിൽ നിന്നുമാണ് സൈൻ ചെയ്തിരിക്കുന്നത്. സോ ആൾ ഇന്നലെ 3 ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഹാട്രിക് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. 4 ഗോൾ ലൂയിസ് സുവാറസ് ഇന്നലെ തകർത്താടിയ ഒരു മത്സരമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റോഡ്രിഗസിനും അതുപോലെ തന്നെ ലൂയിസ് ഡിയാസിനും ഒക്കെ അസിസ്റ്റുകൾ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ കണ്ടു. കൊളംബിയ നോൺ സ്ലീപ്പ് ഓൺ കൊളംബിയാണ് 3ാമത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കൊളംബിയയും സീരിയസ്ലി ഗുഡ് ടീമാണ്. നമുക്കറിയാം കോപ്പ അമേരിക്കയിൽ ഏറ്റവും ബെസ്റ്റ് സൈഡ് തന്നെയായിരുന്നു. ഇവൻ ഒരു ട്രോഫി അടിച്ചില്ലെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു ടീം അവിടെ ഉണ്ട്. ലൂയിസ് ഡിയാസ്, റോഡ്രിഗസ് ഒക്കെ അടങ്ങുന്ന ജെയിംസ് റോഡ്രിഗസ് ഒക്കെ അടങ്ങുന്ന സോളിഡ് ഫ്രണ്ട് ഉണ്ട്. ലൂയിസ് വാർസ് പോലത്തെ നല്ലൊരു അറ്റാക്കറുണ്ട്. ഡിഫൻസീവ്ലി ദേ ലുക്ക് ഗുഡ്. മിഡ്ഫീൽഡ് നല്ല നെയിംസ് ഉണ്ട്. ഗോൾ കീപ്പർ നല്ലതാണ്. സോ ഇക്വഡോറും കൊളംബിയയും ഈ 2 ടീമും അധികം ഈസി ആയിരിക്കത്തില്ല കളിക്കാൻ. കൊളംബിയ ഗോൾസ് സ്കോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൈഡാണ്. ഇക്വഡോർ ഡിഫൻസീവ്ലി സോളിഡ് ആയിട്ടുള്ള ഒരു സൈഡുമാണ്. കൊളംബിയ 3ാമത് ഫിനിഷ് ചെയ്തു. അപ്പുറത്ത് ഉറുഗ്വേ ഇന്നലെ ഒരു 0-0 ഡ്രോയിൽ ഉറുഗ്വേനെ പിടിച്ചു കെട്ടാനായിട്ട് ചിലിക്ക് സാധിച്ചു. സോ അതോടുകൂടി ഉറുഗ്വേ ഗ്രൂപ്പിൽ 4th ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ BLCയുടെ ലാസ്റ്റ് മാച്ചുകൾ അധികം പോസിറ്റീവ് അല്ല. ജയിക്കേണ്ട പല മാച്ചുകളും ഡ്രോ ആയി. സോ അധികം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല ഉറുഗ്വേ ഗ്രൂപ്പ് സ്റ്റേജ് ഫിനിഷ് ചെയ്തത്, അഥവാ ക്വാളിഫയേഴ്സ് ഫിനിഷ് ചെയ്തത്. എന്നാൽ ഒരു 4th സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ചിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചിലി നമുക്കറിയാം പണ്ട് കോപ്പ അമേരിക്കയൊക്കെ നിർത്തി അടിച്ചുകൊണ്ടിരുന്ന ടീമാണ്. പക്ഷെ അവര് 10th സ്പോട്ടാണ്. ഈ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ 10ാം സ്ഥാനത്താണ് ചിലി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ബ്രസീൽ 5ാമത് കിട്ടി ഫിനിഷ് ചെയ്തു. ബട്ട് 6ാം സ്പോട്ടിൽ എത്തിയിരിക്കുന്നത് പാരഗ്വേ ആണ്. പാരഗ്വേ ഇന്നലെ പെറുവിനെ അവരുടെ ഹോമിൽ ചെന്നിട്ട് 1-0 തോപ്പിച്ച് 6th സ്പോട്ട് ഫിനിഷ് ചെയ്യുകയും പാരഗ്വേ 2026 വേൾഡ് കപ്പിന് ക്വാളിഫൈ ആകുകയും ചെയ്തിട്ടുണ്ട്. സോ കൊന്നബോളിന്ന് ഈ 6 ടീമുകൾ ഗ്യാരണ്ടീഡ് ആയിട്ട് കയറി 7ാമത്തെ സ്പോട്ട് ബൊളീവിയയ്ക്കും കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അവിടുന്ന് നമ്മൾ യൂറോപ്യൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ അണ്ണന്റെ പോർച്ചുഗൽ 2-3 ഹംഗറീനെ അവരുടെ ഹോമിൽ ചെന്ന് തോപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ ഒരു ഗോൾ സ്കോർ ചെയ്തു പെനൽറ്റിയിലൂടെ. കൂടാതെ 39 ഗോൾസ് ആയിട്ടുണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ. സോ ഒരു ഗോളോട് അടിക്കുവാണെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരം എന്ന റെക്കോർഡും ആവും. 141 ഇന്റർനാഷണൽ ഗോൾസ് ഫോർ പോർച്ചുഗൽ. വാട്ട് എ പ്ലെയർ അല്ലേ അണ്ണന്റെ ഈ ടീം അണ്ണന് വേണ്ടി കളിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം ഇന്നലെ അത്യാവശ്യം ചേഞ്ചുകളൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. എസ്പെഷ്യലി നിങ്ങൾ നോക്കുവാണെങ്കിൽ റൂബൻ നെവസിനെയാണ് സെന്റർ ബാക്കായിട്ട് ആൾ പരീക്ഷിച്ചത്. ആന്റോണിയോ സിൽവയും മിനിയാഷിയും റെനാറ്റോ വേഗയും ട്രവാറസും എല്ലാം ബെഞ്ചിലുള്ളപ്പം പുള്ളി റൂബൻ നെവസിനെയാണ് റൂബൻ ഡിയാസിനോടൊപ്പം സെന്റർ ബാക്കായിട്ട് ഇറക്കിയത്. പലീനെ ഉൾപ്പെടെയുള്ള ഒരു ബെഞ്ചിലുണ്ട്. പക്ഷെ അത് പാളിയെന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഹാഫ് പോർച്ചുഗൽ നന്നായിട്ട് കളിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം കൺട്രോൾ പതുക്കെ ഹംഗറിയുടെ കയ്യിലോട്ട് പോയി. കോസ്റ്റ നല്ല സേവുകൾ നടത്തുന്ന കണ്ടു. സോ ഹംഗറി ഗെയിമിലോട്ട് തിരിച്ചു വന്നു, 2-2 ആക്കുകയും ചെയ്തു. പക്ഷെ 84ാം മിനിറ്റിൽ ഒരു 2-2 ആക്കി. 86ാം മിനിറ്റിൽ ക്യാൻസലോടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് തന്നെ പറയേണ്ട ഒരു പുള്ളി ബോൾ വിൻ ചെയ്യുകയും ചെയ്തു. പുള്ളി അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. 3-2 ആക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പോർച്ചുഗൽ വിന്നുമായിട്ട് പോകുമായിരുന്നു. സോ പോർച്ചുഗൽ ആ വിന്നോടുകൂടി ഗ്രൂപ്പ് സ്റ്റേജിൽ ടോപ്പിൽ തന്നെയാണ് സോഫാർ. 3 കളി കളിച്ചതിന് 3 വിജയമായിട്ട്. സോ തൊട്ട് കുറെ അർമേനിയ ഉണ്ട്. ഇപ്പൊ അർമേനിയയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അർമേനിയ കഴിഞ്ഞ ദിവസം അയർലൻഡിനെ തോപ്പിച്ച് ഗ്രൂപ്പിൽ സെക്കൻഡ് എത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മളിപ്പോൾ കണ്ടു. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്, അവിടെ എങ്ങനെ പോകുമെന്ന്. എന്തായാലും ക്രിസ്ത്യാനോ ഇന്നലെ പുള്ളി മൊറബട്ടോ മാർട്ടിനസ് ഒരു അല്പം ഓവർ പരീക്ഷണത്തിന് പോയി. അത് സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊന്ന് വാളി. പക്ഷെ അവസാനം ക്യാൻസലോട് ആ ഗോളിൽ പോയിന്റ്സുമായിട്ട് വരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെയാണ് കിലിയൻ എംബാപ്പെ ഹിസ്റ്ററി നേടിയിരിക്കുകയാണ്. ഇന്നലെ ഒരു ഗോൾ സ്കോർ ചെയ്യുക വഴി ആൾ 52 ഗോളാവുകയും തിയറി ഹെൻറിനെ മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. സോ തിയറി ഇപ്പൊ സെക്കൻഡ് മോസ്റ്റ് ടോപ്പ് സ്കോററായി മാറി ഫ്രാൻസ് ഹിസ്റ്ററിയിൽ കിലിയൻ എംബാപ്പെ. 5 ഗോളോട് അടിക്കുകയാണെങ്കിൽ ഒലിവർ ജിറൂഡിനെ ആൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും. സോ ഇന്നലെ ഐസ്ലൻഡിനെ 2-1 ഹോമിൽ നമ്മൾ നോക്കാനായിട്ടാണ് ഫ്രാൻസ് തോപ്പിച്ചത്. സോ ഐസ്ലൻഡാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. പക്ഷെ പിന്നീട് അവർ സിറ്റ് ബാക്ക് ചെയ്ത് നല്ലപോലെ വെറുപ്പിക്കുമായിരുന്നു. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കിന് നിങ്ങൾക്ക് ഇപ്പം കാണാം, ക്ലിയർലി ഫ്രാൻസിന്റെ ഡോമിനേഷൻ തന്നെയായിരുന്നു. അവർ ഇഷ്ടം പോലെ ബിഗ് ചാൻസുകൾ മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ ഫ്രാൻസ് ഇവഞ്ച്വലി അറ്റ് കിലിയന്റെ ഒരു വിക്ടറി നേടിയുണ്ടായി. 68ാം മിനിറ്റിലോ മറ്റോ ചൗമനിക്ക് റെഡ് കാർഡ് കിട്ടി 10 പേരുമായി ചുരുങ്ങിയെങ്കിലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്രാൻസ് പിടിച്ചു നിന്നു ഡിഫെൻസീവ്ലി.
എന്നിട്ട് അറ്റാക്ക് ചെയ്തു, ഫ്രാൻസ് തന്നെയാണ് അറ്റാക്ക് ചെയ്തത്. ഫ്രാൻസ് ഷുഡ് ഹാവ് സ്കോർ മോർ, ചാൻസ് ഇഷ്ടം പോലെ മിസ് ചെയ്തു. അതെ, നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു ഫ്രാൻസിന്, ദ ഷുഡ് ഹാവ് സ്കോർ മോർ അല്ലേ. സോ അവിടുന്ന് നമ്മൾ അടുത്ത ഫിക്സ്ചേഴ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇന്നലെ എർലിംഗ് ഹാളൻഡ് നിറഞ്ഞാടി, അത് പറയാതിരിക്കാൻ വയ്യ. സോ ഹാളൻഡ് ഇന്നലെ 5 ഗോളാണ് സ്കോർ ചെയ്തിരിക്കുന്നത് നോർവേക്ക് വേണ്ടി. മോൾദോവേനെ നോർവേ 11-1 തോപ്പിച്ചു വിട്ടിരിക്കുന്നത്. 11-1 മാൻ, 1-1 റിസൾട്ട്, ഒന്നും പറയാനായിട്ടില്ല. കൂടാതെ ആസ്ഗാർഡ് എന്ന് പറയുന്ന റേഞ്ചേഴ്സിന്റെ പ്ലെയർ 4 ഗോൾ സ്കോർ ചെയ്തു. മാൻ ഹാളൻഡ് നിറഞ്ഞാടുമായിരുന്നു ഇന്നലത്തെ മാച്ചിൽ കേട്ടോ. 2 അസിസ്റ്റ്, 5 ഗോള്, 11-1. മാൻ കീപ്പ് ആൻ ഐ ഓൺ ദിസ് നോർവേ സൈഡ് ബ്രോ. അവര് നിസ്സാരക്കാരല്ല ഈ നോർവേ സൈഡ് കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ് സൈഡ്. ന്യൂസ, ഹാളൻഡ്, സൊർലോ ഫ്രണ്ട് 3 ആയിട്ടാണ് ഇറങ്ങിയത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട് 3 ആണ്. മിഡ്ഫീൽഡിൽ ഒഡിഗാർഡ് ഒക്കെ പോലത്തെ ഓപ്ഷൻസ് ഉണ്ട്, ഡിഫൻസീവിലും കുഴപ്പമില്ലാത്ത നെയിംസ് ഉണ്ട്. സോ അവർ വേൾഡ് കപ്പിന് മിക്കവാറും ക്വാളിഫൈ ആവുന്ന സിറ്റുവേഷൻ ആണ്. ഇപ്പം 5 മാച്ചസിൽ നിന്ന് 5 വിജയമായിട്ട് 15 പോയിന്റ് ആണ് അവർക്കുള്ളത്. സോ ഇനി ഉള്ളത് ഇറ്റലി മാത്രമാണ്. ഇറ്റലിക്ക് അഗേൻസ്റ്റ് ഒരു മാച്ചാന്ന് തോന്നുന്നു അവർക്കുള്ളത്. ഇറ്റലി മിക്കവാറും പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പം യൂറോപ്യൻ ക്വാളിഫയേഴ്സിൽ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്ന സൈഡ് ഗ്യാരണ്ടീഡ് ആയിട്ട് വേൾഡ് കപ്പിന് യോഗ്യത വരും. സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്ന ടീമിന് പ്ലേ ഓഫ് കളിക്കേണ്ടി വരും. സോ ആസ് ഓഫ് നൗ നോർവേ ഗോൾ ഡിഫറൻസ് ഒക്കെ അന്യായമാണ്. സോ അവർ മിക്കവാറും ഈവൻ ഇഫ് ഇറ്റലിയോട് ഫൈനൽ മാച്ച് തോറ്റാലും ഇറ്റലി അവശേഷിക്കുന്ന 2 മാച്ച് ജയിച്ചാലും 15-15 ആവത്തുള്ളൂ. ഇറ്റലിനെ 4-0 അവർ ഫസ്റ്റ് മാച്ച് തോപ്പിച്ചാണ്. ഇനി സെക്കൻഡ് ലെഗിലോട്ട് വരുമ്പോഴേക്കും എന്താവും നമുക്കറിയത്തില്ല. ബട്ട് എനിക്കൊന്ന് ഗോൾ ഡിഫറൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും നോർവേക്ക് ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട്. സോ നോർവേ ഗ്രൂപ്പിൽ ഫസ്റ്റ് ഫിനിഷ് ചെയ്യും. ഇറ്റലിക്ക് മിക്കവാറും ക്വാളിഫയേഴ്സ് കളിക്കേണ്ട സിറ്റുവേഷനുമാണ് ഇപ്പോൾ ഉള്ളത്. സോ നോർവേ ഒരു 1-1.5 പോക്കാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ഹാളൻഡ് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഹാളൻഡിന് നമ്മൾ ഡിസർവിംഗ് ആയിട്ടുള്ള ക്രെഡിറ്റ് കിട്ടാത്തൊരു പ്ലെയർ ആണ് എർലിംഗ് ഹാളൻഡ്. വിത്തൗട്ട് എറോ, അത് ഇന്റർനാഷണലി ആണെങ്കിലും ക്ലബ് ഫുട്ബോളിന്റെ കാര്യത്തിലാണ് ഡിസർവിംഗ് ക്രെഡിറ്റ് ആൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെയാണ് ഇന്നലെ സെർബിയയുടെ ഹോമിൽ ചെന്നിട്ട് കംപ്ലീറ്റ് ഡോമിനേഷൻ, ഫുൾ ഡോമിനേഷൻ ഫ്രം എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ ഇംഗ്ലണ്ട് നാഷണൽ ടീം. ട്വിച്ചലിന്റെ അണ്ടർ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. 5-0 സെർബിയനെ തോപ്പിച്ചത്. സോ സെർബിയയുടെ XG ഒക്കെ 0.08 ആണ്. അവർക്ക് ഒരു ഷോട്ടോ ഒരു ഓൺ ടാർഗറ്റോ ബിഗ് ചാൻസോ ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവിടുത്തെ അപ്പുറത്ത് ഇംഗ്ലണ്ട് 4 ആണ് XG. അവർക്ക് ചാൻസുകൾ മിസ് ചെയ്ത ഒരു മാച്ച് കൂടായിരുന്നു. എന്നിട്ടും ഒരു 5 അടിച്ചു. ഡെക്ലൻ റൈസ് 2 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടു. മോർഗൻ റോജേഴ്സ് സ്റ്റാർട്ട് ചെയ്തു, പുള്ളി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഏലിയറ്റ് ആൻഡർസനെ ട്വിച്ചൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ആൻഡ് ഏലിയറ്റ് ആൻഡർസൺ, കീപ്പ് ആൻ ഐ ഓൺ ഏലിയറ്റ് ആൻഡർസൺ ബ്രോ. പുള്ളി ഒരു പ്രോപ്പർ ബോളർ തന്നെയാണ്. ബോൾ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ സൂപ്പർ പ്ലെയർ ആണ്. അതുപോലെ മാർക്കസ് റാഷ്ഫോർഡ് ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഗോൾ സ്കോർ ചെയ്തു. പെനൽറ്റിയിലൂടെ ആണെങ്കിലും മേ ബി പുള്ളി ആ ഫോം കണ്ടിന്യൂ ചെയ്യട്ടെ. ബാർസലോട്ട് വരുമ്പോൾ ആ ഒരു എന്താ പറയുക, ഷാക്കിൾസ് ബ്രേക്ക് ആവട്ടെ എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഡിഫൻഡേഴ്സ് എല്ലാം സ്കോർ ചെയ്തു. കോൺസ സ്കോർ ചെയ്തു, ഗെയ് വീണ്ടും സ്കോർ ചെയ്തു. ക്രിസ്റ്റൽ പാലസിന്റെ അഗേൻസ്റ്റ് ലാസ്റ്റ് മാച്ച് സ്കോർ ചെയ്തിട്ടാണ് ആള് നേരെ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് വന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവർക്ക് അഗേൻസ്റ്റ് സ്കോർ ചെയ്തു. ഹാരി കെയ്ൻ ഗോൾ സ്കോർ ചെയ്തു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം ഗോൾ സ്കോർ ചെയ്യുകയുണ്ടായി. ആൻഡ് അസിസ്റ്റുകൾ ഡെക്ലൻ റൈസ് ഒക്കെ ഒരു ക്വാളിറ്റി പ്ലെയർ ആണ്, ഒന്നും പറയില്ല. ഡെക്ലൻ റൈസ് ഇപ്പം നമ്മൾ ഹാളിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഇപ്പം ഡെക്ലൻ റൈസിനെ ചിലർ ഓവർ റേറ്റഡ് എന്നൊക്കെ പറയുന്നത്. ബട്ട് ഹീസ് എ റിയലി ഗുഡ് ബോളർ ബ്രോ. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആർസണൽ പ്ലെയർ ആയതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചില സമയത്ത് ഓവർ റേറ്റഡ് എന്ന് പറയുന്നത്. ബട്ട് ഈസ് എ റിയലി ഗുഡ് പ്ലെയർ ബ്രോ. ഡെക്ലൻ റൈസ് ഒന്നും പറയാനില്ല. സോ ട്വിച്ചറിന്റെ അണ്ടർ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ്. ലെറ്റ്സ് കീപ്പ് ആൻ ഐ ഓൺ ഇംഗ്ലണ്ട്. നമുക്കറിയാം ട്വിച്ചൽ വിൽ ബ്രിങ് ദ ഡിഫൻസീവ് സോളിഡാരിറ്റി. ഒഫൻസീവിലുള്ള ഗോൾസും കൂടെ വരുവാണ് ഗെയിം ചേഞ്ചർ ആയിരിക്കും. സോ ഇതൊക്കെയാണ്. സോ അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇംഗ്ലണ്ട് തന്നെയാണ് അവരുടെ ഗ്രൂപ്പിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.